ദില്ലി അത്യുഷ്ണത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ രാജ്യത്ത് ഇതുവരെ 143 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മാർച്ച് 1 മുതൽ ജൂൺ 20 വരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴാണ്. ഇതിൻ്റെ വിവരങ്ങളുമായി സ്വാതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാതി, ദില്ലിയിൽ ഇന്നലെ പെട്ടെന്നൊരു മഴ പെയ്തു, പെട്ടെന്ന് തണുക്കും, പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ ഒന്നും ശരിയായിട്ടില്ല. കാരണം ചൂട് കൂടി തന്നെയാണ് എന്നാണ് അറിയാനാകുന്നത്. അത് മാത്രമല്ല, കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ്. ജലമന്ത്രി അടക്കമുള്ളവർ നിരാഹാര സമരത്തിലാണ്. സ്വാതി, ഈ ചൂടുമായി ബന്ധപ്പെട്ട ദില്ലിയുടെ ഒരു ചിത്രം നൽകിയാൽ. അജിൻഷാദ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 മാസങ്ങളായി ദില്ലിയിൽ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഠിനമായ ചൂട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിനൊരു ചെറിയ ആശ്വാസം എന്ന നിലയ്ക്ക് ഇന്നലെ നേരിയ മഴ പെയ്തിരുന്നു. എന്നാലും വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ 40-ന് മുകളിൽ തന്നെയാണ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം, അതായത് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് രാജ്യത്ത് 143 മരണങ്ങളാണ് ഇത് സംബന്ധിച്ച് ചൂടുമായി ബന്ധപ്പെട്ട് 143 മരണങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൊത്തം 41,789 പേർ ഇത് സംബന്ധിച്ച് ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്ന് പറയുന്ന കണക്കുകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് മാർച്ച് 1 മുതൽ ജൂൺ 20 വരെയുള്ള കണക്കാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ദില്ലി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ അനൌദ്യോഗിക കണക്ക് പ്രകാരം, അതായത് തെരുവുകളിലടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്നും അജ്ഞാത ജഡങ്ങളടക്കം കണ്ടെത്തിയ സാഹചര്യമുണ്ട്. അവരൊക്കെ തന്നെയും ഈ ചൂട് സംബന്ധിച്ച് മരണപ്പെട്ടതാണ് എന്നടക്കമുള്ള വിശദീകരണങ്ങൾ വന്നിരുന്നു പുറത്ത്. അതിന് പിന്നാലെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഉത്തർപ്രദേശിൽ 35 മരണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദില്ലിയിൽ 21. എന്നാൽ ഇതിൽ ഈ കണക്കുകളിലും അധികമാണ് മരണസംഖ്യ എന്നുള്ള വാർത്തകൾ കൂടി പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. രാജസ്ഥാനിൽ 17 പേർ മരണപ്പെട്ടുവെന്നും ബീഹാറിലും 17 മരണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലും മുകളിലേക്ക് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, കുടിവെള്ള പ്രശ്നവും രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കുടിവെള്ളങ്ങളുമായി കുടിവെള്ളവുമായി എത്തുന്ന വാഹനങ്ങൾ പോലും ജനങ്ങൾ പൊതിയുകയാണ്. ഈ പ്രാകൃത കാലത്തൊക്കെ ഉള്ളതുപോലെ ആണ്, വൈശാലി സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ്. ആ അർത്ഥത്തിലാണ് ജനങ്ങൾ. കാരണം അത്രയേറെ ക്ഷാമം അവിടെ ഉണ്ടോ കുടിവെള്ളത്തിന്? ജലമന്ത്രി നിരാഹാരത്തിലാണല്ലോ. തീർച്ചയായും അജിൻഷാദ്, ഈ നഗരപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ചേരി പ്രദേശങ്ങളിലടക്കം ഈ ചാണക്യപുരി, ഗീതാ കോളനി ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കഠിനമായ കുടിവെള്ളക്ഷാമം തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച വീഡിയോകളൊക്കെ പുറത്തു വന്നത് നാം കണ്ടതാണ്. ജനങ്ങൾ റോഡരികിൽ ബക്കറ്റുമായി നിരന്നു നിൽക്കുന്നു. ടാങ്കറുമായി വെള്ളം വരുമ്പോൾ അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് വെള്ളം ശേഖരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നാം കണ്ടതാണ്. അത്തരത്തിൽ തന്നെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഹരിയാന ഇത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ദില്ലിക്ക് ആവശ്യമായിട്ടുള്ള അധിക ജലം അടക്കം നൽകാത്തതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രി അതിഷി കഴിഞ്ഞ ദിവസം നിരാഹാര സമരം ആരംഭിച്ചത്. ഹരിയാനയിൽ നിന്നും ലഭിക്കാനുള്ള വെള്ളം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടി ഉണ്ടാകുന്നത് വരെ സമരം തുടരാൻ വേണ്ടിയാണ് അതിഷിയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെയും ഹരിയാനയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വെള്ളം നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ, ഏറ്റവും ആശങ്കാകരമായ കാര്യം. ഇപ്പോഴും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടില്ല. ഇത് സംബന്ധിച്ച് മോദിക്കടക്കം മന്ത്രി അതിഷി കത്തയച്ചിരുന്നു. ഇതിൽ ഒരു നടപടിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. എന്തായാലും ഇങ്ങനെ കുടിവെള്ളക്ഷാമവും കടുത്ത ചൂടിലും വലയുക തന്നെയാണ് ദില്ലിയിലെ ജനത എന്ന് പറയേണ്ടി വരും. അജിൻഷാദ്. ശരി, സ്വാതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.